ദേശീയപാത ആമ്പല്ലൂരിൽ മണലിപ്പുഴയ്ക്ക് സമീപത്ത് മടവാക്കര റോഡിൽ മണ്ണ് പരിശോധനയ്ക്കിടെ പൈപ്പ് മാറിത്തുളച്ചതിനെ തുടർന്ന് കൊച്ചി സേലം പാചകവാതക പൈപ്പിൽ ചോർച്ചയുണ്ടായത് വലിയ പരിഭ്രാന്തി പരത്തിയിരുന്നു. സമീപ പ്രദേശങ്ങളിലെ 15 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ആരെയും സ്ഥലത്ത് പ്രവേശിപ്പിക്കാതെ കനത്ത സുരക്ഷയിലായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ. ഗ്യാസ് ചോർച്ച പരിഹരിച്ചെങ്കിലും 10 ദിവസം പിന്നിട്ടിട്ടും പ്രദേശം സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല. വലിയ വാഹനങ്ങൾക്ക് ഇതുവഴി ഇപ്പോഴും നിയന്ത്രണമുണ്ട്. പ്രദേശവാസികൾക്ക് ധൈര്യം പകർന്നും വാഹനങ്ങൾ നിയന്ത്രിച്ചും കഴിഞ്ഞ 10 ദിവസമായി പ്രത്യേക യൂണിഫോം ധരിച്ച ടീം എമർജൻസി കേരളയുടെ സന്നദ്ധ പ്രവർത്തകർ 24 മണിക്കൂറും ഇവിടെ സജീവമാണ്. ആമ്പല്ലൂർ ഗ്യാസ് വാതകത്തോർച്ച തുടർന്ന് ഒരാഴ്ചയോളം ഞങ്ങൾ നിരന്തരം 24 മണിക്കൂറും തമ്പടിച്ചുകൊണ്ട് ഞങ്ങളിവിടെ വർക്കിംഗ് ഇതാവണത്. ഈ ഭാഗത്തെ ആൾക്കാർക്കും അതേപോലെ തന്നെ ഭയങ്കര ഒരു ഭീഷണിയായിരുന്നു ഇത്. നമ്മുടെ എമർജൻസി കെയറുടെ ഭാഗമായിട്ടും പിന്നെ ഫയർഫോഴ്സിനും എല്ലാവർക്കും നമുക്ക് ഭയങ്കരമായിട്ട് സഹായങ്ങൾ, പോലീസിൻ്റെ ഭാഗം നമുക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ആയാലും നമുക്ക് ഭയങ്കര സഹായങ്ങളും കാര്യങ്ങളും അവർ നമുക്ക് ഹെൽപ്പ് ഉണ്ടായിരുന്നു. ബ്ലഡ് ഡൊണേഷൻ മുതൽ എല്ലാവിധ റെസ്ക്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. CPR, അതേപോലെ തന്നെ രക്ത ക്യാമ്പ്, പാമ്പ് പിടുത്തം, അങ്ങനെ എല്ലാവിധ റെസ്ക്യൂം, തേനീച്ചക്കൂട് തൊട്ട് നമ്മൾ എല്ലാവിധ റെസ്ക്യൂം നമ്മൾ ഇതിനോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചാണ് പോണത്. നിരവധി ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തകനായി ശ്രദ്ധേയനായ അഷ്റഫ് KKP എന്ന യുവാവിന്റെ നേതൃത്വത്തിൽ 2023 കോട്ടയം ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ചാണ് സംഘടനയുടെ പ്രവർത്തന തുടക്കം. 9 ജില്ലകളിലായി 150ഓളം പ്രവർത്തകർ ഇന്ന് സംഘടനയുടെ ഭാഗമാണ്. 2026 ജനുവരിയിലാണ് തൃശൂർ ജില്ലയിൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സാഹസികതയും സേവന മനോഭാവവും മാത്രം കൈമുതലായ വിവിധ ജോലികൾ ചെയ്യുന്ന വനിതകൾ ഉൾപ്പെടെയുള്ളവരാണ് സംഘടനയിലെ അംഗങ്ങൾ. താൽപ്പര്യമുള്ളവർക്ക് പ്രത്യേക പരിശീലനം നൽകിയാണ് സംഘടനയിലെ അംഗങ്ങളാക്കുന്നത്. ഇതിനോടകം പലരും ഇറങ്ങാൻ മടിച്ച ആഴങ്ങളിൽ നിന്ന്, ആളിപ്പടരുന്ന അഗ്നിയിൽ നിന്ന്, പണം വിരിച്ച പാമ്പിൽ നിന്ന്, ആരും അടുക്കാൻ മടിക്കുന്ന കടന്നൽ കൂട്ടത്തിൽ നിന്ന് സ്വന്തം ജീവൻ മറന്ന് നൂറുകണക്കിന് പേരെ രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരികെ നടത്തിയ സംഘടനയാണ് ടീം എമർജൻസി കേരള. 2023 മെയ് 13 കോട്ടയം ജില്ലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈരാറ്റുപേട്ട രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച സംഘടനയാണ് ടീം എമർജൻസി കേരള. ഇന്ന് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ തൃശ്ശൂർ, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളൊക്കെ തന്നെ ഞങ്ങളുടെ പ്രവർത്തകർ 200-ൽ താഴെ പ്രവർത്തകരാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത്യാഹിതങ്ങളുണ്ടായാൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ട പാഠങ്ങളുമായി ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തിയും ഇവരുടെ പ്രവർത്തനം ശ്രദ്ധേയമാണ്. ദുരന്തമുഖങ്ങളിൽ മാത്രമല്ല, ആറാട്ടുപുഴ പൂരം, തൃശൂർ പൂരം തുടങ്ങി വലിയ ജനക്കൂട്ടം വന്നെത്തുന്ന ചെറുതും വലുതുമായ ആഘോഷ തിരക്കുകളിലും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ എന്തിനും തയ്യാറായി ഇവരെ കാണാം. ദുരന്തമുഖങ്ങളിൽ ഓടിയെത്താൻ ഒരു വാഹനം, രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ആവശ്യമായ ഉപകരണങ്ങൾ, സംഘടനയ്ക്ക് സ്വന്തമായി ഒരു ഓഫീസ് കെട്ടിടം എന്നിവ സ്വന്തമാക്കണമെന്ന ആഗ്രഹവും ഈ സന്നദ്ധ പ്രവർത്തകർക്കുണ്ട്. നമ്മുടെ പാലിയേക്കര ഈ ഗ്യാസ് ലീക്കിനെ സംബന്ധിച്ച് ഞങ്ങൾ വന്ന ഈ പ്രവർത്തനത്തിൽ വളരെയധികം നല്ല രീതിയിൽ സജ്ജമായ രീതിയിൽ ഞങ്ങൾക്ക് ഫയർഫോഴ്സിൻ്റെ ഒപ്പം തന്നെ പ്രവർത്തിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് വരുമ്പോൾ, അതായത് പെട്ടെന്നുള്ള റെസ്ക്യൂസ് വരുമ്പോൾ ഞങ്ങൾക്ക് വണ്ടി സൗകര്യമാണ് ഇല്ലാത്തത്. മെയിനായിട്ട് 19ഓളം മെമ്പർമാരുള്ള ഞങ്ങൾ ഈ സ്പോട്ടിലേക്ക് എത്തിപ്പെടാൻ പെട്ട പാട് ഒരുപാട് റിസ്ക് പിടിച്ചിട്ടാണ്. ഓരോരുത്തരും ഓരോ ജോലികളിൽ ഏർപ്പെട്ടിരുന്നവരുമാണ്. കൂടുതലും ജോലികൾ നിർത്തിപ്പോകുന്നവരുണ്ട്, പലരും പല അകലങ്ങളിൽ മറ്റ് കാര്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്നവരുണ്ട്. എങ്കിൽ പോലും അവർ സ്പോട്ടിൽ പറഞ്ഞ സമയത്ത് തന്നെ എത്തുകയും 6ഓളം പേര് ഒരു ദിവസത്തോളം ക്യാമ്പ് അടിച്ച് ഒരാഴ്ചത്തോളമായി ഞങ്ങളിപ്പോൾ ഇവിടെ പ്രവർത്തനം സജ്ജമായി വരുന്നു. ഇതിപ്പോൾ പറയണത് ഏതും റിസ്ക് ഉള്ള പണി ഞങ്ങൾ എടുക്കും. ഓൾ റെസ്ക്യൂസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾ കേരള ആൻഡ് റെസ്ക്യൂ സർവീസാണ്. നമ്മുടെ ഇവിടെ പുതുക്കാട് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരും പ്രത്യേകിച്ച് നമ്മളോട് വളരെയധികം സപ്പോർട്ടോടുകൂടിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത്യാഹിതങ്ങൾ ഉണ്ടായാൽ 9859585575 അല്ലെങ്കിൽ 7383800108 എന്നീ നമ്പറുകളിൽ വിളിച്ചാൽ ടീം എമർജൻസി കേരളയുടെ സന്നദ്ധ പ്രവർത്തകർ അവിടേക്ക്
ഓടിയെത്തും. നമ്മുടെ വിരലിൽ ഒരു മോതിരം കുടുങ്ങിയാൽ അല്ലെങ്കിൽ കിണറ്റിലൊരു പൂച്ച വീണ എറിയാൻ, ഇനി അതുമല്ലെങ്കിൽ പ്രളയം പോലെ, വലിയൊരു വാഹനാപകടം പോലെ, പാചകവാതക ചോർച്ച പോലെ ചെറു സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം അത് നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാകാം. ഇത്തരം സാഹചര്യങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തി മാതൃകയാവുകയാണ് ടീം എമർജൻസി കേരള എന്ന റെസ്ക്യൂ ഫോഴ്സ് ടീം. സംസ്ഥാനത്ത് ഉടനീളം ഇവരുടെ സേവനം അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവർക്ക് വാഹന സൗകര്യം അടക്കമുള്ള ഒരു ഓഫീസ് അടക്കമുള്ള റെസ്ക്യൂ ഉപകരണങ്ങൾ അടക്കമുള്ള സംവിധാനങ്ങൾ കൂടി ആവശ്യമുണ്ട്. ഏതായാലും അധികൃതരുടെ ഒരു അടിയന്തര ഇടപെടൽ ഇവരുടെ ആവശ്യങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.